topic is impedance and energy flux. അപ്പോൾ അതിനു മുമ്പായിട്ട് ആദ്യം ഹാർമോണിക് ഓസിലേറ്റർ പാരാമീറ്റേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. ഹാർമോണിക് ഓസിലേറ്റർ പാരാമീറ്റേഴ്സ്. ഓക്കെ, നമ്മളൊരു ക്ലോസ്ഡ് മീഡിയത്തിൽ ഉണ്ടാകുന്ന വേവ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സ് ആണ് ഹാർമോണിക് ഓസിലേറ്റർ പാരാമീറ്റേഴ്സ്. റിട്ടേൺ ഫോഴ്സ്, ഇനർഷ്യ, ഇത് രണ്ടുമാണ് ഹാർമോണിക് ഓസിലേറ്റർ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലോസ്ഡ് മീഡിയത്തിൽ ഉണ്ടാകുന്ന വേവ്സ് സ്റ്റാൻഡിംഗ് വേവ്സ് ആണ്. സ്റ്റാൻഡിംഗ് വേവ്സ് ആണ് ക്ലോസ്ഡ് മീഡിയത്തിൽ ഉണ്ടാവുക. കാരണം അവിടെ എനർജി മൊമെന്റ് പ്രൊപ്പഗേഷൻ ഒന്നും നടക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള വേവ്സിനെ നമ്മൾ സ്റ്റാൻഡിംഗ് വേവ്സ് എന്നാണ് പറയുക. അപ്പോൾ ആദ്യം റിട്ടേൺ ഫോഴ്സ്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് സ്റ്റാൻഡിംഗ് വേവ് ഇൻ എ സ്ട്രെച്ച്ഡ് സ്പ്രിംഗ് കൺസിഡർ ചെയ്യാം. സ്റ്റാൻഡിംഗ് വേവ് ഓൺ എ സ്ട്രെച്ച്ഡ് സ്പ്രിംഗ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് ആ വേവിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു റിട്ടേൺ ഫോഴ്സ് അതുപോലെ തന്നെ ഒരു ഇനർഷ്യ, ഈ രണ്ട് സാധനങ്ങളും നമുക്ക് വേണം. അപ്പോൾ അവിടെ ഏതാണ് റിട്ടേൺ ഫോഴ്സ്? അവിടെ ഇക്വിലിബ്രിയം ടെൻഷൻ ആണ് റിട്ടേൺ ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഇക്വിലിബ്രിയം ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്, ആ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് അതിൽ വേവ്സ് ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാത്ത ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്, അതിന്റെ ടെൻഷനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം ടെൻഷൻ എന്ന് പറയുക. ഇനി അതിലൊരു സ്റ്റാൻഡിംഗ് വേവ് ഉണ്ടാവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ആ ടെൻഷൻ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് എൻഡുകളിലായിരിക്കുമല്ലോ നമ്മുടെ സ്ട്രിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. രണ്ട് എൻഡുകളും ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഇതാണ് ഇത് വേവ്സ് ഒന്നും ഉണ്ടാവാതിരിക്കുന്ന സമയത്തുള്ള ടെൻഷനാണ് ഇക്വിലിബ്രിയം ടെൻഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ സ്റ്റാൻഡിംഗ് വേവ് ഉണ്ടായെന്ന് കരുതുക. ഇങ്ങനെ ഫോർവേഡ് മൂവിങ് ഡയറക്റ്റ് വേവും ബാക്ക്വേർഡ് മൂവിങ് റിഫ്ലക്റ്റഡ് വേവും കമ്പൈൻ ചെയ്തിട്ട് സ്റ്റാൻഡിംഗ് വേവ് ഉണ്ടായെന്ന് കരുതുക. സ്റ്റാൻഡിംഗ് വേവ് ഉണ്ടാവുന്ന സമയത്ത് ഈ ഇക്വിലിബ്രിയം ടെൻഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു എൻഡിൽ തട്ടിയിട്ട് എന്ത് ചെയ്യാണ്? അതിന്റെ ഒരു റിയാക്ഷൻ ഫോഴ്സ് ഓപ്പോസിറ്റ്. ഇപ്പൊ ഇക്വിലിബ്രിയം ടെൻഷന്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലാണ് കരുതുക, T0. ഓക്കെ, ഈ ബൗണ്ടറിയിൽ തട്ടിയിട്ട് അതിന്റെ ഒരു റിയാക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് എത്ര തന്നെയായിരിക്കും? -T0. ഓക്കെ, അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര തന്നെയാണ്? T0. അപ്പോ ഈ ഇക്വിലിബ്രിയം ടെൻഷൻ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സ് ആണ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? റിട്ടേൺ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇക്വിലിബ്രിയം അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇക്വിലിബ്രിയം ടെൻഷന്റെ അതേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ, equilibrium tension is the tension on the string, stretched string, through which no wave is propagated. Okay, in the case of standing wave on stretched string, equilibrium tension itself acts as the return force എന്ന് നമുക്ക് പറയാം. ഇനി അവിടെ inertia കൂടി വേണം അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ. സ്റ്റാൻഡിംഗ് വേവിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് inertia കൂടി വേണം. ആ inertia എന്ന് പറയുന്നത് ഈ കേസിൽ സ്റ്റാൻഡിംഗ് വേവ് ഓൺ stretched string എന്ന് പറയുന്ന ഈ കേസിൽ മാസ് ഡെൻസിറ്റി ആണ്. മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ഇനർഷ്യ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനർഷ്യ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നോക്കി നോക്കുക. അപ്പോ ഏതൊരു സ്റ്റാൻഡിംഗ് വേവിനെയും ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് റിട്ടേൺ ഫോഴ്സും ഇനർഷ്യയും മതിയായിരിക്കും. ഓക്കെ, നമുക്കറിയാം സ്റ്റാൻഡിംഗ് വേവ് എനർജിയെയും മൊമെന്റത്തിനെയും ഒന്നും എന്ത് ചെയ്യുന്നില്ല, ക്യാരി ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ ട്രാവലിംഗ് വേവ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രാവലിംഗ് വേവ്സ് എനർജിയെയും മൊമെന്റത്തിനെയും ക്യാരി ചെയ്യുന്നു. ഓക്കെ, അപ്പോ ട്രാവലിംഗ് വേവിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഈ റിട്ടേൺ ഫോഴ്സും ഇനർഷ്യയും പോരാ. Okay, using return force and inertia, we cannot describe traveling wave. നമ്മൾ traveling wave on a stretched string കൺസിഡർ ചെയ്യാണ്. Okay, traveling wave on a stretched string കൺസിഡർ ചെയ്യാണ്. അപ്പോൾ നോക്കുക, അവിടെ ഈ equilibrium tension, mass density, return force, inertia, അവരുടെ കോമ്പിനേഷൻ ആയിട്ടുള്ള രണ്ട് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ട്രാവലിംഗ് വേവ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാറുള്ളത്. ഫേസ് വെലോസിറ്റി, ഇംപിഡൻസ്, ഈ രണ്ട് സംഗതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ട്രാവലിംഗ് വേവിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. ട്രാവലിംഗ് വേവ് cannot be described by using return force and inertia, but we can describe using parameters which are the combination of phase, which are the combination of return force and inertia. Traveling wave on a stretched string can be explained using phase velocity and characteristic impedance, which are the combination of return force and inertia, or equilibrium tension and mass density. Phase velocity Vp is equal to square root of T0 by rho 0. In the case of traveling wave on a stretched string, phase velocity Vp is equal to square root of T0 by rho 0, where T0 is the equilibrium tension, rho 0 is the mass density. Okay, then characteristic impedance Z is equal to, this also known as impedance, characteristic impedance also known as impedance,
that is denoted by the letter Z. Z is equal to square root of T0 rho 0. Characteristic impedance or impedance gives the rate of energy radiated on a string by the driven force. നമുക്കറിയാം ആ സ്ട്രിങ്ങിൽ ഒരു ട്രാവലിംഗ് വേവ് ഉണ്ടാക്കണമെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഒരു ഡ്രിവൻ ഫോഴ്സ് ഉണ്ടായിരിക്കും. ഒരു പീരിയോഡിക് ഫോഴ്സ്, ഒരു ഹാർമോണിക് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് അതിനകത്ത് എന്തുണ്ടാവുന്നത്? ട്രാവലിംഗ് വേവ് ഉണ്ടാവുന്നത്. ആ ഫോഴ്സ്, ആ ഹാർമോണിക് ഫോഴ്സ് ആണെങ്കിൽ ഹാർമോണിക് ഫോഴ്സ് നമ്മുടെ സ്ട്രിങ്ങിൽ അല്ലെ, നമ്മുടെ സ്ട്രിങ്ങിൽ എന്ത് കൊടുക്കുന്നുണ്ട്? പിന്നെ ഒരു എനർജി കൊടുക്കുന്നുണ്ട്. ഒരു എനർജി അത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. എനർജി അതിനകത്ത് റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ വേവിന്റെ ആ സ്ട്രിങ്ങിനകത്തൂടെ റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എനർജിയുടെ ടൈം റേറ്റ് ഓഫ് റേഡിയേറ്റഡ് എനർജി ഓൺ ദ സ്ട്രിങ് ബൈ ദ ഡ്രിവൺ ഫോഴ്സ്, അതിന്റെ അത് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് എന്ത്? ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഇംപിഡൻസ് ഡിറ്റർമിൻ ദ ടൈം റേറ്റ് ഓഫ് energy radiated on the string by the driven force. So using phase velocity and a characteristic impedance we can describe about a traveling wave on a stretched string. Now we have to derive an expression for impedance in the case of traveling wave on a stretched string. ആദ്യം നമ്മൾ ഒരു stretched string consider ചെയ്യാം. A string stretched between two fixed end consider ചെയ്തിരിക്കുന്നു. അവിടെ നമ്മൾ ഒരു ഹാർമോണിക് ഫോഴ്സും അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ഒരു വേവ് ഉണ്ടാവുന്നില്ല എന്നാണ്. No wave is propagated through this stretched string. But there is a tension along z axis. The tension is equilibrium tension T0. In this case, string cannot exert any force on the origin. Z is equal to O. Z is equal to 0. Origin ഇവിടെയാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിയാക്ഷണൽ ഫോഴ്സ് ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഈ സ്ട്രിങ് ഒറിജിനിൽ ഒരു ഫോഴ്സും എക്സെർട്ട് ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഇതിൽ ഒരു ഹാർമോണിക് ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ ഇതിലൊരു വേവ്, അപ്പോൾ ഒരു ട്രാൻസ്വേഴ്സ് വേവ് ഇതിനകത്ത് ജനറേറ്റ് ചെയ്യും. ആ ട്രാൻസ്വേഴ്സ് വേവ് അലോങ് z ആക്സിസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഉണ്ടാകുന്ന ടെൻഷൻ T ടെൻഷനാണ് ഈ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്നത്. T ടെൻഷന്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. ആ സമയത്ത് ദിസ് വൈബ്രേറ്റിംഗ് സ്ട്രിങ് can exert a force on the origin. That force Fx. Okay, this vibrating string can exert a reactional force on the origin. That is Fx. Okay, that Fx is equal to T sin theta. Origin ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് അല്ലേ, ഇതൊരു ട്രാൻസ്മിറ്റർ, ഈ വേവ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ട്രാൻസ്മിറ്റർ ആണെന്ന് കരുതുക. അപ്പോൾ this vibrating string can exert a force on the transmitter in perpendicular direction. Okay, perpendicular direction le ഒരു ഫോഴ്സ് എക്സെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ വൈബ്രേറ്റിംഗ് സ്ട്രിങ്ങിന്. അപ്പോൾ നമ്മൾ പിന്നെ ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ z എന്നാണ് എടുത്തിട്ടുള്ളത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ വെർട്ടിക്കൽ ഡയറക്ഷൻ ഞാൻ x എന്ന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഫോഴ്സിനെ നമുക്ക് Fx is equal to T sin theta ആണ്. ഓക്കേ, ഇത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇത് T ആണല്ലോ. ഹൊറിസോണ്ടൽ കമ്പോണന്റ് T cos theta ആണ് ഇവിടെ വരിക. ഇത് വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് T sin theta ആണ് വരുന്നത്. അപ്പോൾ Fx is equal to T sin theta. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു cos theta by cos theta 1 ആണല്ലോ. അതുകൊണ്ട് 1, അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാം. പിന്നെ നമുക്ക് T cos theta sin theta by cos theta എഴുതാം. cos theta ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് T sin theta തന്നെയാണ്. അപ്പോൾ Fx is equal to T cos theta sin theta by cos theta എന്നെഴുതി. Fx is equal to T cos theta sin theta by cos theta tan theta. Fx is equal to T cos theta tan theta. Okay, here T cos theta is equal to T0. Okay, T cos theta is equal to horizontal component of the tension, നമ്മുടെ ഇനീഷ്യൽ ആയിട്ടുള്ള ഈ ഇക്വിലിബ്രിയം ടെൻഷൻ ഈക്വൽ ആയിരിക്കും T cos theta ഈ കമ്പോണന്റ് ആണ്. ഓക്കേ, നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന T0 ആണ്. അപ്പോൾ T cos theta is equal to T0. Therefore Fx is equal to T cos theta T0. Fx is equal to T0 tan theta. T0 tan theta. Okay,
Then tan theta is equal to dou phi by dou z. Dou phi by dou z means slope of the curve. അപ്പോൾ നമ്മുടെ സ്ട്രിങ് കർവ്ഡ് ആണ്. ഇതിനകത്ത് ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ടാവുന്ന സമയത്ത് കർവ്ഡ് ആണ്. ആ കർവിന്റെ സ്ലോപ്പ് ആണ് dou phi by dou z. ഓക്കേ, ആ സ്ലോപ്പ് ഓഫ് ദ കർവ് നമ്മുടെ tan theta ക്ക് ഈക്വൽ ആയിരിക്കും. tan theta ക്ക് നമുക്ക് എന്ത് കൊടുക്കാം? tan theta is equal to dou phi by dou z എന്ന് കൊടുക്കാം. ഓക്കേ, therefore fx is equal to, fx means force exerted by the vibrating string on the origin, okay, or on the transmitter. Okay, fx is equal to t0 dou phi by dou z. Fx is equal to t0 dou phi by dou z. Now displacement എന്നുള്ള എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കേ, വേവിന്റെ കേസിൽ, ട്രാവലിംഗ് വേവിന്റെ കേസിൽ, that is phi of z is equal to a cos omega t minus kz. omega angular frequency, k wave number നമ്മൾ പറഞ്ഞിട്ടുണ്ട്, a amplitude. Okay, therefore dou phi by dou z, അതിൽ നമ്മൾ ഈ phi നെ z വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. dou phi by dou z is equal to എത്ര വരിക? dou phi by dou z is equal to ഇവിടെ z ന്റെ ടേം minus kz ആണ്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് a sin omega t minus kz കിട്ടും. ഇനി എന്ത് ചെയ്യണം? into minus k ന്റെ ഡെറിവേറ്റീവ്. minus k ന്റെ ഡെറിവേറ്റീവ് പിന്നെ എത്ര വരിക? minus k ആണ്. അപ്പോൾ മൊത്തത്തിൽ minus ka minus sin omega t minus kz വരും. മൈനസ് മൈനസ് പ്ലസ് ആവും. അപ്പോൾ മൊത്തത്തിൽ ka sin omega t minus kz. dou phi by dou z is equal to ka sin omega t minus kz എന്ന് കിട്ടും. ഇനി അതേപോലെ നമ്മൾ dou phi by dou t ചെയ്യുന്നു. dou phi by dou t ചെയ്യുന്ന സമയത്ത് t യുടെ ടേം ഇതിനകത്ത് omega t ആണ്. ഓക്കേ, so therefore derivative of a cos omega t minus kz is a minus a sin omega t minus kz into derivative of omega t, that is omega. അപ്പോൾ മൊത്തത്തിൽ dou phi by dou t is equal to minus a omega sin omega t minus kz. That is equation number 3. Now we are dividing equation 2 by equation 3, which gives dou phi by dou t by dou phi by dou z is equal to minus omega by k. Dou phi by dou t by dou phi by dou z. Okay, a cancel, minus omega by k sin omega t minus kz, sin omega t minus kz is also cancelled. minus omega by k മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ dou phi by dou t by dou phi by dou z is equal to minus omega by k. omega by k phase velocity ആണ്. velocity of the single wave ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. omega by k ക്ക് നമ്മൾ vp എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. phase velocity vp. therefore here dou phi by dou z നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഈ minus vp നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവുന്നത്? minus 1 by vp ആവും. therefore dou phi by dou z is equal to minus 1 by vp into dou phi by dou t. That is equation number 4. Now we are substituting equation 4 in equation 1. Therefore force exerted by the vibrating string on the origin or transmitter fx is equal to minus t0 by vp. അല്ലേ, minus t0 dou phi by dou z minus 1 by vp dou phi by dou t കൊടുക്കുന്നു. അപ്പോൾ minus t0 1 by vp dou phi by dou t, that is minus t0 by vp dou phi by dou t എന്നാവും. ഓക്കേ, ഇവിടെ ഈ t0 by vp എന്ന് പറയുന്ന ടേം നോക്കുക. the ratio of equilibrium tension to phase velocity ആണ്. that term t0 by vp അതെന്താണ്? that will be a constant. t0 by vp will be a constant. ആ t0 by vp എന്ന് പറയുന്ന ആ ടേം fx എന്ന് പറയുന്ന ഈ ഫോഴ്സ് ഉണ്ടല്ലോ, ഫോഴ്സ് exerted by vibrating string on the origin, അതൊരു ഡാമ്പിംഗ് ഫോഴ്സ് ആണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കേ, ഡാമ്പിംഗ് ഫോഴ്സ് പറയാനുള്ള ഡാമ്പിംഗ് ഫോഴ്സ് എന്താ ചെയ്യുന്നത്? വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവിനെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ fx vp യും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് വരുന്നത്. vp താഴത്തെ വരുന്നത് അല്ലേ? അപ്പോൾ fx ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു vp. ഫേസ് വെലോസിറ്റിനെ എന്ത് ചെയ്യാൻ ചെയ്യുന്നത്? ഇവിടെ ഡിക്രീസ് ചെയ്യാൻ ചെയ്യുന്നത്. ഓക്കേ, അപ്പോൾ ഫ്രം ദിസ് എക്സ്പ്രഷൻ we can understand that the force exerted by vibrating string on the origin is inversely proportional to the phase velocity, which means that particular force decreases the velocity of propagation of the traveling wave, which means this force is a damping force. This force is a damping force എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കേ, എന്തായാലും ഈ ടേമിനെ t0 by vp എന്ന് പറയുന്ന ഈ ടേമിനെ നമ്മൾ പറയുന്ന പേരാണ് characteristic impedance. Okay, this constant t0 by vp is known as characteristic impedance or impedance. Therefore, in the case of traveling wave on a stretched string,
Characteristic impedance is the ratio of its equilibrium tension to phase velocity, T0 by Vp. We know the expression for phase velocity in the case of transverse wave on a stretched string, that is Vp is equal to square root of T0 by rho 0. Therefore, we are substituting this Vp here. Therefore, Z is equal to T0 by square root of T0 by rho 0. Therefore, T0 by root T0 is root T0. Okay, this 1 by rho 0 will come to the numerator place. Therefore, Z is equal to square root of rho 0 T0. It is the expression for characteristic impedance or impedance in the case of traveling wave on a stretched string. Now we have to discuss group velocity. We studied phase velocity, which is velocity of a single wave. But we usually use wave packet for communication process, etc. അതായത് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലൊക്കെ നമുക്ക് ഒരു വേവിനെ സെൻഡ് ചെയ്യാൻ കഴിയില്ല. ഒരു സോഴ്സിൽ നിന്ന് ഒരു റിസീവറിന്റെ അടുത്തേക്ക് നമ്മളൊരു വേവിനെ സെൻഡ് ചെയ്യണമെങ്കിൽ ആ വേവിനെ ഒരുപാട് ഡിസ്റ്റൻസ് അത് കവർ ചെയ്യണം. അപ്പൊ അത്രയും എനർജി ആ സിംഗിൾ വേവിന് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ആണ്, ഒരു വേവ് ആണ് എന്ന് കരുതുന്നത്. അതിനെ നമുക്ക് അത്രയും ലാർജ് ഡിസ്റ്റൻസ് സെൻഡ് ചെയ്യണമെങ്കിൽ അതിനൊരു ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹൈ എനർജി ഉള്ള ഒരു വേവുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ലോ ഫ്രീക്വൻസി വേവിനെ നമുക്ക് ലാർജ് ഫ്രീക്വൻസി വേവുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്താൽ മാത്രമാണ് അതിന് അത്രയും വലിയൊരു ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ള ഒരു എനർജി കിട്ടുള്ളൂ. അങ്ങനെ ഒരു ലോ ഫ്രീക്വൻസി സിഗ്നലിനെ ലാർജ് ഫ്രീക്വൻസി സിഗ്നലുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് മോഡുലേഷൻ. ഓക്കെ, അപ്പൊ മോഡുലേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേവ് പാക്കറ്റ് ആണ് കിട്ടുക. അപ്പൊ അങ്ങനെ ആ വേവുകൾ ചേർന്നിട്ട് നമുക്കൊരു വേവിന്റെ ഒരു പാക്കറ്റ്, ഗ്രൂപ്പ് ഓഫ് വേവ്സ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള വേവ് പാക്കറ്റിന്റെ വെലോസിറ്റി, ഓക്കെ, ആ വെലോസിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രൂപ്പ് വെലോസിറ്റി. Group velocity is velocity of a wave packet. Phase velocity is velocity of a single wave, whereas group velocity is the velocity of a wave packet or a group of waves. Okay, അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ രണ്ട് സിംഗിൾ വേവുകളെ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് നമ്മൾ ഒരു വേവ് പാക്കറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേവ്സ് ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ഉള്ളതാണ്, ഡിഫറെന്റ് ഫ്രീക്വൻസിയും ഡിഫറെന്റ് വേവ് നമ്പർ ഉള്ളതാണ്. അതായത് ഫസ്റ്റ് വേവ് y1 is equal to a cos omega 1t minus k1 z എന്ന് റെപ്രസെന്റ് ചെയ്യാം. ആംപ്ലിറ്റ്യൂഡ് a ആണ്, ആംഗുലാർ ഫ്രീക്വൻസി omega 1, വേവ് നമ്പർ k1. നെക്സ്റ്റ് വേവ് y2 is equal to a cos omega 2t minus k2 z. ആംപ്ലിറ്റ്യൂഡ് ഫസ്റ്റ് വേവിന് സെയിം ആണ്, a തന്നെയാണ്. ആംഗുലാർ ഫ്രീക്വൻസി omega 1 അല്ല, omega 2 ആണ്. ആംഗുലാർ ഫ്രീക്വൻസി ഡിഫറെന്റ് ആണ്. വേവ് നമ്പർ k1 അല്ല, k2 ആണ്. അപ്പോൾ വേവ് നമ്പർ ഡിഫറെന്റ് ആണ്. ഓക്കേ, അപ്പോൾ we superimpose two waves of which amplitudes are equal whereas frequency and wave number are different. Okay, therefore we can apply superposition principle here to find the amplitude of the resultant wave or wave packet. Okay, അപ്പോൾ resultant ആംപ്ലിറ്റ്യൂഡ് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് കാണാൻ വേണ്ടിയിട്ട് റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂ ടു ദിസ് സൂപ്പർപോസിഷൻ y is equal to എന്തായിരിക്കും, y1 plus y2 ആയിരിക്കും. സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിരിക്കുന്നു. ഓക്കേ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു y is equal to എന്ത് വരും, a cos omega 1t minus k1 z plus a cos omega 2t minus k2 z. a is common, can be taken outside. Therefore y is equal to a cos omega 1t minus k1 z plus cos omega 2t minus k2 z. So ഇവിടെ നമുക്ക് ഇത് cos a plus cos b എന്നുള്ള ഫോമിലാണ്. a യുടെ സ്ഥാനത്ത് omega 1t minus k1 z ഉം b യുടെ സ്ഥാനത്ത് omega 2t minus k2 z ഉം ആണ് എന്നേ ഉള്ളൂ. cos a plus cos b മാത്തമാറ്റിക്കൽ റിസൾട്ട് നമുക്കറിയാം, that is equal to 2 cos a plus b by 2 cos a minus b by 2. ആ റിസൾട്ട് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, y is equal to 2a, okay, 2a, ഇവിടെ 2a ഉണ്ട്, 2a cos omega 1t minus k1 z plus omega 2t minus k2 z by 2 എന്ന് വരും. അപ്പോൾ അതിനെ എഴുതാം, cos omega 1 plus omega 2t minus k1 plus k2 z cos a minus b by 2 ഉണ്ട്. അതിനെ cos omega 1t minus k1 z minus omega 2t minus k2 z by 2 എന്ന് വരും. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, cos omega 1 minus omega 2t minus k1 minus kz k1 minus k2 z by 2
2 എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ വരും y is equal to 2a cos omega 1 plus omega 2 by 2t minus k1 plus k2 by 2x cos omega 1 minus omega 2t minus k1 minus k2 x എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ നോക്കുക ഈ റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് പാർട്ട് ആണ് ഇത്ര 2a cos omega 1 plus omega 2 by 2t minus k1 plus k2 by 2x എന്ന് പറയുന്ന ഇത്രയും ഭാഗം ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് പാർട്ട് ആണ്. ഇനി ഫേസ് പാർട്ട് ആണ്. ഫേസ് cos omega ഫേസ് വരുന്നത് ശരിക്കും omega 1 minus omega 2 by 2t minus k1 minus k2 by 2x ആണ്. ഫേസ് പാർട്ട് ആണ്. ഫേസ് പാർട്ട് cos omega 1 minus omega 2 by 2t minus k1 minus k2 by 2x. ഓക്കേ, അപ്പോൾ നമുക്ക് റിസൾട്ടന്റ് വേവിന്റെ രണ്ട് സിംഗിൾ വേവ് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡും ഫേസും നമുക്ക് കിട്ടി. ഓക്കേ, ഇവിടെ നോക്കിയാൽ നമുക്ക് ഫേസ് വെലോസിറ്റി കാണണമെങ്കിൽ അല്ലേ, ഈ വേവ്സിന്റെ ഫേസ് വെലോസിറ്റി നമ്മൾ കാണണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ആംഗുലാർ ഫ്രീക്വൻസി ടു ദ വേവ് നമ്പർ ആണ്, ഒമേഗ ബൈ കെ ആണ്. അപ്പോൾ രണ്ട് വേവിന്റെയും ആംഗുലാർ ഫ്രീക്വൻസിയുടെ സം ഡിവൈഡഡ് ബൈ വേവ് നമ്പറിന്റെ സം Vp is equal to omega 1 plus omega 2 by k1 plus k2 ആണ് ഇവിടെ ഫേസ് വെലോസിറ്റി ഉണ്ടാവുക. ഓക്കേ, ഇനി ഗ്രൂപ്പ് വെലോസിറ്റി, ഗ്രൂപ്പ് വെലോസിറ്റി Vg is equal to ഈ വേവ് പാക്കറ്റിന്റെ വെലോസിറ്റി ആണ്. ഇത് ചേർന്നുണ്ടാവുന്ന നമുക്ക് ഈ രണ്ട് വേവ് കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു വേവ് പാക്കറ്റ് ആണ്. ഓക്കേ, അപ്പോൾ ആ വേവ് പാക്കറ്റിന്റെ വെലോസിറ്റി Vg is equal to omega 1 minus omega 2 by k1 minus k2. It is the group velocity here. ഇനി ഇവിടെ ആംഗുലാർ ഫ്രീക്വൻസി നിയർലി ഈക്വൽ ആണ് വരിക. if omega 1 nearly equal to omega 2 അതിനെ നമുക്ക് ഒമേഗ എന്ന് എടുക്കാം. k1 approximately equal to k2 അതിനെ നമ്മൾ k എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഫേസ് വെലോസിറ്റി Vp is equal to omega 1 plus omega 2 ന് പകരം നമുക്ക് എന്ത് രണ്ട് ഒമേഗ എന്ന് എടുക്കാം. omega plus omega 2 omega k1 plus k2 k plus k 2k. അപ്പോൾ Vp is equal to 2 omega by 2k that is equal to omega by k. ഫേസ് വെലോസിറ്റിയുടെ സാധാരണ നോർമൽ ഇക്വേഷനിലേക്ക് വരും. Vp is equal to omega by k എന്ന് കിട്ടുന്നത്. ഓക്കേ, ഇനി ഇവിടെ ഗ്രൂപ്പ് വെലോസിറ്റി എടുക്കുമ്പോൾ omega 1 minus omega 2 നിയർലി ഈക്വൽ ആയതുകൊണ്ട് അത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ആയിരിക്കും. omega 1 minus omega 2 നമുക്ക് d omega എന്നും k1 minus k2 നമുക്ക് dk എന്ന് എഴുതാം. അപ്പോൾ ഗ്രൂപ്പ് വെലോസിറ്റി Vg is equal to വരും d omega by dk. It is the expression for group velocity here. Now we have to discuss the difference between dispersive medium and non-dispersive medium. We know the expression for phase velocity, that is Vp is equal to omega by k. Wave packet is formed due to the combination of a number of single waves. If we make a wave packet by superimposing a number of single waves with a different frequency, okay, frequency different ആയിട്ടുള്ള സിംഗിൾ വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്തുകൊണ്ട് നമ്മളൊരു വേവ് പാക്കറ്റ് നമ്മൾ ഉണ്ടാക്കുകയാണെന്ന് കരുതുക. അപ്പോൾ ആ വേവ് പാക്കറ്റ് ഒരു മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെ, ആ മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം എന്താണ്? അതിനകത്തുള്ള അതിന്റെ ഫ്രീക്വൻസികളൊക്കെ വ്യത്യാസമുണ്ട്. ഓരോ വേവിന്റെയും ഫ്രീക്വൻസി വ്യത്യാസം ഒമേഗ ഡിഫറെന്റ് ആണ്. ഓക്കെ, ഒമേഗ ഡിഫറെന്റ് ആയതുകൊണ്ട് ഈ എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത് Vp is equal to omega by k ആണ്. ഒമേഗ ഡിഫറെന്റ് ആയതുകൊണ്ട് ഫേസ് വെലോസിറ്റിയും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ആ വേവ് പാക്കറ്റിനകത്തുള്ള സിംഗിൾ വേവ്സിന്റെ ഫേസ് വെലോസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചില മീഡിയത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ ഫേസ് വെലോസിറ്റി ഡിഫറെന്റ് ആയതുകൊണ്ട് അത് അൺഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും കവർ ചെയ്യുക. ഓക്കെ, when propagating through some medium, the waves within the wave packet, waves having different frequency within the wave packet cover unequal distance due to their different phase velocity. Phase velocity different ആയതുകൊണ്ട് തന്നെ ആ മീഡിയത്തിനകത്തൂടെ അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസും എന്തായിരിക്കും? അൺഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് കാരണം പലപ്പോഴും എന്ത് ചെയ്യും? ആ സിംഗിൾ വേവ്സ് നമുക്ക് സിംഗിൾ വേവ്സ് സ്പ്ലിറ്റ് ചെയ്യും. ആ വേവ് പാക്കറ്റിലെ സിംഗിൾ വേവ്സ് സ്പ്ലിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ വേവ് പാക്കറ്റിന്റെ ഷേപ്പ് അതിനനുസരിച്ച് ഇങ്ങനെ മാറി വരും. ഓക്കെ, such media are known as dispersive media. Okay, due to the difference in frequency, phase velocities of single waves in wave packet may be different. So when propagating through certain media, they cover each single waves within the wave packet covered unequal distances. As a result, shape of the wave packet changing with the distance they cover through the
they cover through the media. Such media are known as dispersive media. But dispersive media through നമ്മളൊരു വേവ് പാക്കറ്റിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ള സിംഗിൾ വേവ്സ് ഫ്രീക്വൻസി ഡിഫറെന്റ് ആണെങ്കിൽ ആ സിംഗിൾ വേവ്സ് സെപ്പറേറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. വേവ് പാക്കറ്റിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള മീഡിയത്തിനാണ് നമ്മൾ ഡിസ്പേഴ്സീവ് മീഡിയ എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് പ്രിസം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. പ്രിസത്തിലൂടെ വൈറ്റ് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ വൈറ്റ് ലൈറ്റിനകത്ത് ഡിഫറെന്റ് ഫ്രീക്വൻസി ഉള്ള സിംഗിൾ വേവ്സ് ആണ് അല്ലെ ഉള്ളത്. വയലറ്റ് ഉണ്ട്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അല്ലെ. ആ കളേഴ്സിനൊക്കെ ഫ്രീക്വൻസി ഡിഫറെന്റ് ആണ്. അപ്പോൾ അതിന്റെയൊക്കെ ഫേസ് വെലോസിറ്റി ഡിഫറെന്റ് ആണ്. ഫേസ് വെലോസിറ്റി ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ആ പ്രിസത്തിനകത്തൂടെ അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ് അവർ കവർ ചെയ്യാം. അതുകൊണ്ട് ആ വേവ് പാക്കറ്റിന്റെ ഷേപ്പ് പതുക്കെ അങ്ങനെ ചേഞ്ച് ചെയ്യും. ആ സിംഗിൾ വേവ്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് അല്ലെ സെപ്പറേറ്റ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, നമുക്ക് അതർ സൈഡ് ഓഫ് ദ പ്രിസം നമുക്ക് ഗ്രൂപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേവ് ലെങ്ത് ആണ് കിട്ടുക. അതിനെ നമ്മൾ സ്പെക്ട്രം എന്നൊക്കെയാണ് വിളിക്കുക. ഓക്കെ, ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഡിസ്പേർഷൻ ഇസ് ദ ഫിനോമിന ബൈ വിച്ച് സ്പ്ലിറ്റിംഗ് ഓഫ് കോമ്പോസിറ്റ് കളർ ഇൻ വൈറ്റ് ലൈറ്റ് വെൻ ഇറ്റ് പാസിംഗ് ത്രൂ ദ പ്രിസം നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഡിസ്പേഴ്സീവ് മീഡിയം. എന്നാൽ നോൺ ഡിസ്പേഴ്സീവ് മീഡിയത്തിനകത്ത് അതിന്റെ ഇവൺ സിംഗിൾ വേവ്സിന്റെ ഫ്രീക്വൻസി ഡിഫറെന്റ് ആണെങ്കിൽ കൂടി അവര് ചേർന്നിട്ടുണ്ടാവുന്ന വേവ് പാറ്റേണിന്റെ ഷേപ്പിനോ ഒരു വ്യത്യാസവും നോൺ ഡിസ്പേഴ്സീവ് മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്നില്ല. Okay, when a wave packet propagates through non-dispersive medium, its shape will not be changed even if phase velocities of the single wave within it are different. Such a medium are known as non-dispersive medium. Dispersive medium is the medium through which when a wave packet propagates, its shape is changing if single waves have different frequencies within it. Okay. Prism is an example for dispersive medium. Now we are going to obtain a relation between phase velocity and group velocity in the case of dispersive medium. Okay, we have the expression for group velocity, that is Vg is equal to d omega by dk. Expression for phase velocity Vp is equal to omega by k. From this we will get omega is equal to Vpk. That is equation number 2. Now we are substituting equation 2 in equation 1. Therefore Vg, group velocity Vg is equal to d by dk, omega start to Vpk, d by dk Vpk. Okay, therefore Vg is equal to then product rule apply ചെയ്യാം. First function into derivative of second function plus second function into derivative of first function. ഇവിടെ Vp dk by dk, dk by dk 1 ആണ്. അപ്പോൾ Vp plus k dVp by dk. ഇവിടെ dVp എഴുതാനുള്ള കാരണം എന്താണ്? Vp ഒരു വേരിയബിൾ ആണ് ഇവിടെ. കാരണം സിംഗിൾ വേവ്സിന്റെ ഫേസ് വെലോസിറ്റി ഡിഫറെന്റ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ എഴുതാൻ പറ്റില്ല. dVp 0. ഓക്കേ, അപ്പോൾ ഡിഫറെന്റ് ആയ വാല്യൂ ആണ്. അപ്പോൾ k dVp by dk, Vg is equal to Vp plus k dVp by dk. It is the expression for group velocity in terms of phase velocity or relation between group velocity and phase velocity. ഓക്കേ, അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ലൈറ്റ് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ് നമ്മൾ വേവ് പാക്കറ്റ് ഉണ്ടാക്കുന്നത് കരുതുക. അപ്പോൾ ലൈറ്റ് വേവിന്റെ വെലോസിറ്റി c ആണ്. Vp is equal to c ആണ്. സിംഗിൾ വേവിന്റെ ഫേസ് വെലോസിറ്റി അവിടെ c 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണല്ലോ വരുന്നത്. ഗ്രൂപ്പ് വെലോസിറ്റി നോക്കിയിട്ട് c Vp is equal to c വരും. c plus k dVp by dk. അതായത് ഗ്രൂപ്പ് വെലോസിറ്റി ലൈറ്റിന്റെ വെലോസിറ്റിനേക്കാളും കൂടുതലായിട്ട് വരും. അതായത് ആ വേവ് പാക്കറ്റ് ലൈറ്റിനേക്കാൾ കൂടുതൽ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യും. ഓക്കേ, അത് നമ്മൾ റിലേറ്റിവിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. നോ objects can travel more velocity than light എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ റിലേറ്റിവിറ്റിയിൽ ചെറിയൊരു പ്രശ്നം വരും അല്ലെ, അങ്ങനെ ഒരു പ്രശ്നം വരാൻ പാടില്ല. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പറയാം. Now we are going to discuss about EM waves in the Earth's atmosphere. EM waves in the Earth's atmosphere. Ionosphere. EM waves in the Earth's ionosphere. Okay. നമുക്കറിയാം എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന് കുറെ ലേയേഴ്സ് ആയിട്ട് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അയണോസ്ഫിയർ. ടോപ്പ് മോസ്റ്റ് ലെയർ ആണ് അയണോസ്ഫിയർ. അയണോസ്ഫിയർ പലപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് ഉപയോഗിക്കാറുണ്ട് അല്ലെ. നമ്മുടെ ഒരു വേവിനെ സോഴ്സിൽ നിന്ന് അയണോസ്ഫിയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അയണോസ്ഫിയറിൽ തട്ടി റിഫ്ലക്ട് ചെയ്തിട്ട് അത് റിസീവറിലേക്ക് പോകും. അങ്ങനെ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ട് അയണോസ്ഫിയറിന്റെ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് അയണോസ്ഫിയർ we can propagate electromagnetic waves from source to destination or receiver. Okay, അപ്പോൾ നമ്മൾ
dispersion relation in Earth's ionosphere can be written as omega square is equal to omega p square plus c square k square. Okay, dispersion relation is the relation between omega and k. In the case of a wave, that relation in Earth's ionosphere is omega square is equal to omega p square plus c square k square. ഇതിനകത്ത് ഒമേഗ എന്താണ്? അയണോസ്ഫിയറിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഫ്രീക്വൻസി ആണ്. സി എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. സി കെ വേവ് നമ്പർ ആണ്. ആ പർട്ടിക്കുലർ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ വേവ് നമ്പർ ആണ് കെ എന്ന് പറയുന്നത്. ഒമേഗ പി എന്താണ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് എങ്ങനെയാണ് ഈ അയണോസ്ഫിയറിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അയണോസ്ഫിയറിൽ ഉണ്ടാവുന്നതിന് കാരണം അയണോസ്ഫിയറിൽ ന്യൂക്ലിയർ പ്ലാസ്മ എന്ന് പറയുന്ന ഒരു ഭാഗം ന്യൂക്ലിയർ പ്ലാസ്മയുണ്ട്. ആ ന്യൂക്ലിയർ പ്ലാസ്മയിൽ ധാരാളം ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസ് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആക്സലറേറ്റ് ആൻഡ് ഡിസിലറേറ്റ്. Okay, electrons within the nuclear plasma accelerate and decelerate continuously. That's why that energy quantized in form of electromagnetic waves. Okay, if we send an electromagnetic wave from source, that wave will be superimposed with that particular wave generated in the nuclear plasma within the ionosphere. Okay, അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഒരു മോഡുലേഷൻ നടക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്ന വേവും അവിടെ ഉണ്ടാകുന്ന വേവും തമ്മിലൊരു സൂപ്പർപോസിഷൻ നടന്നിട്ട് അല്ലെ, അവിടെ ഒരു മോഡുലേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ്. എന്തായാലും ഇവിടെ നമുക്ക് പറഞ്ഞതുപോലെ നമുക്ക് ഡിസ്പെർഷൻ റിലേഷൻ ഇങ്ങനെ കിട്ടുന്നു. ഇനി നമ്മൾ if we divide throughout by k square, omega square by k square is equal to omega p square by k square plus c square. Omega p എന്താണ്? Angular frequency of vibration of electrons within the nuclear plasma. Omega, angular frequency of the electromagnetic wave we send with the help of ionosphere. Omega p, angular frequency of the vibrating electrons. Okay, vibrating electrons within the nuclear plasma. Okay, therefore omega square by k square is equal to omega p square by k square plus c square. So this relation between omega by k vp ആണ് നമുക്കറിയാം. So vp square is equal to c square plus omega p square by k square, which means vp square greater than c square or vp greater than c. അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്ന സിംഗിൾ വേവിന്റെ വെലോസിറ്റി ലൈറ്റിന്റെ വെലോസിറ്റിയേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാ പറയുന്നത്. പിന്നെ നമുക്ക് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ അങ്ങനെ ചെയ്യണമെങ്കിൽ vp greater than c എന്ന് പറയുമ്പോൾ ലൈറ്റിനേക്കാൾ കൂടുതൽ വെലോസിറ്റിയിൽ സെൻഡ് ചെയ്യണം എന്നുള്ളതാണ് അല്ലെ. ലൈറ്റിനേക്കാൾ കൂടുതൽ വെലോസിറ്റിയിലെ ലൈറ്റിനേക്കാൾ കൂടുതൽ വെലോസിറ്റി നമ്മുടെ വേവിന് ഉണ്ടായിരിക്കണം. ഫേസ് വെലോസിറ്റി നമുക്ക് വേവിന് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് അയണോസ്ഫിയറിലൂടെ അങ്ങനെ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ റിലേറ്റിവിറ്റി എന്ത് ചെയ്യാണ്? ഫെയിൽ ചെയ്യാണ്. പക്ഷെ നമുക്ക് റിലേറ്റിവിറ്റി പറയുന്നത് ലൈറ്റിനേക്കാൾ വെലോസിറ്റിയിൽ ഒന്നിനും മൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ റിലേറ്റിവിറ്റി ഫെയിൽ ആവുന്നു. റിലേറ്റിവിറ്റി ഫെയിൽ ആവാൻ പാടില്ല അല്ലെ. അപ്പോൾ റിലേറ്റിവിറ്റി ഫെയിൽ ആവുന്നില്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റിലേറ്റിവിറ്റി ഇവിടെ നമ്മൾ ഒരു സിംഗിൾ വേവിന്റെ വെലോസിറ്റി ആണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇത് രണ്ടും കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് അവിടെ എന്താണ് ഒരു വേവ് പാക്കറ്റ് ഉണ്ടാകുന്നത്. നമ്മൾ സെൻഡ് ചെയ്യുന്ന വേവും അയണോസ്ഫിയറിലുള്ള വേവ്സും ഒക്കെ കൂടി ചേർന്നിട്ട് അവിടെ ഒരു വേവ് പാക്കറ്റ് ആണ് ഉണ്ടാകുന്നത്. ആ വേവ് പാക്കറ്റ് ഗ്രൂപ്പ് വെലോസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഫേസ് വെലോസിറ്റിക്ക് അല്ല ഇമ്പോർട്ടൻസ്, ഗ്രൂപ്പ് വെലോസിറ്റിക്കാണ്. അപ്പോൾ ഗ്രൂപ്പ് വെലോസിറ്റി കാണാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ 1 നമ്മൾ എന്ത് ചെയ്യാണ്? വിത്ത് റെസ്പെക്ട് ടു k വേവ് നമ്പർ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇവിടെ d/dk ഒമേഗ സ്ക്വയർ ചെയ്യുമ്പോൾ വരും 2 omega d omega by dk. Omega p is constant, therefore d/dk omega p square is equal to 0. c square k square നെ k വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ c square k square നെ 2k, അപ്പോൾ 2c square k വരും. Okay, then we get 2 omega d omega by dk is equal to 2c square k. 2 cancel. ഈ k നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ omega by k d omega by dk is equal to c square എന്ന് കിട്ടും. omega by k d omega by k is equal to c square. d omega by dk ഇവിടെ നിർത്തിയിട്ട് omega by k നെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവുക. therefore d omega by dk is equal to c square by omega by k. omega by k is space velocity, d omega by dk is group velocity. therefore vg is equal to c square by vk എന്ന് നമുക്ക് കിട്ടും. ഓക്കേ, അത് നമുക്ക് ഇങ്ങനെ എഴുതാം. c square നെ c into c എന്ന് എഴുതാം. ഓക്കേ, vg is equal to c into c by vk എന്ന് എഴുതാം. ഇവിടെ നമുക്കറിയാം c by vp less than 1 ആണ്. കാരണം vp less than c by vp greater than 1.
C by Vp less than 1 ആണ്. നമ്മൾ പറഞ്ഞില്ലേ Vp greater than C എന്നാണ് നമുക്ക് പറഞ്ഞത്. ഓക്കേ ഫേസ് വെലോസിറ്റി നോക്കിയപ്പോൾ അപ്പോൾ C by Vp less than 1 ആണ്. C by Vp less than 1 ആണെങ്കിൽ അല്ലേ Vg is equal to C into a number less than 1 ആണ് വരിക. അതെന്തായിരിക്കും? അപ്പോൾ Vg C നേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. Vg less than C. അപ്പോൾ നമ്മുടെ ഫേസ് വെലോസിറ്റി ഇവിടെ ലൈറ്റ് വെലോസിറ്റിയേക്കാൾ കൂടുതലാണെങ്കിൽ കൂടി ഇവിടെ ഗ്രൂപ്പ് വെലോസിറ്റി നമ്മൾ സൂപ്പർ പൊസിഷൻ ചെയ്യുന്ന സമയത്ത് വേവ് പാക്കറ്റ് ആണ്. ആ വേവ് പാക്കറ്റിന്റെ ഗ്രൂപ്പ് വെലോസിറ്റി സീനേക്കാൾ ലൈറ്റ് വെലോസിറ്റിയേക്കാൾ കുറവാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ റിലേറ്റിവിറ്റി ഫെയിൽ ചെയ്യുന്നില്ല, റിലേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. താങ്ക് യു ഫ്രണ്ട്സ്.